ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഫിഷ് ട്രാപ്പില്ലേ, നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാകും ഫിഷ് ട്രാപ്പ്. ഇനി അടുത്ത വശം കൂടി ഒന്ന് കുക്കാട്ടെ. ഹായ് ഹായ്, വെൽക്കം ടു റിതം ഓഫ് റെയിൻ. ഇന്ന് നമ്മളൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഫിഷ് ട്രാപ്പില്ലേ, നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാകും ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കണതൊക്കെ. അപ്പോൾ നമ്മൾ ആ ഫിഷ് ട്രാപ്പ് എടുത്തിട്ട് ഇന്നിവിടെ നൈറ്റ് ഇട്ട് വയ്ക്കും. ഇതാണ് സ്ഥലം, കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ ഉദ്ദേശം ഇന്ന് ചെമ്മീനെ പിടിക്കാനാണ്. കുറച്ച് കാൽത്തീറ്റയൊക്കെ ഇട്ട് വെച്ചിട്ട് ചെമ്മീനെ പിടിച്ചിട്ട് നമുക്ക് നാളെ കുക്കും. ചെമ്മീൻ കിട്ടുമോ വേറെ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നാളെ? അപ്പോൾ ചെമ്മീൻ കിട്ടുവാണെങ്കിൽ നമുക്ക് നാളെ കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫിഷ് ട്രാപ്പിൻ്റെ പരിപാടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫിഷ് ട്രാപ്പ് ആദ്യം എടുത്തുകൊണ്ട് വരാം. അത് നമുക്ക് എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് കുറച്ച് കാൽത്തീറ്റയൊക്കെ ഇട്ട് സെറ്റ് ചെയ്യാം. എന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷ് ട്രാപ്പ്. ഈ ഫിഷ് ട്രാപ്പിൻ്റെ വീഡിയോ നിങ്ങൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും. ഒരുപാട് ചാനലിലുണ്ട് ഫിഷ് ട്രാപ്പ് ഉണ്ടാക്കണം ഒക്കെ. എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഫിഷ് ട്രാപ്പിന് രണ്ട് സൈഡിലും ഇതുണ്ട്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ തീറ്റ ഇടാൻ പോണത്. നമ്മൾ ഇതാണ് തീറ്റയായിട്ട് എടുക്കുന്നത്. പാൽത്തീറ്റ പശുവിൻ്റെ. അപ്പോൾ നമ്മൾ ഒരു കിഴി കെട്ടാൻ പോകണം. കിഴി കെട്ടിയിട്ട് നമ്മുടെ ഫിഷ് ട്രാപ്പിലേക്ക് ഇടാനായിട്ടാണ് നമ്മുടെ പ്ലാൻ. മീൻ കിട്ടണേ നമ്മുടെ തീറ്റ കിഴിയിട്ടത്. നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ തീറ്റ കിഴി കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തീറ്റയുടെ മണം അടിച്ചിട്ടാണ് ഇതിനകത്തായിട്ട് മീനൊക്കെ കയറുന്നത്. രണ്ട് സൈഡും ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല. രണ്ട് സൈഡിൽ പോകുന്നുണ്ട്. ഏത് സൈഡ് വഴി വേണമെങ്കിലും കയറാം. കയറിയ പിന്നെ മീനിന് ഇറങ്ങാൻ പറ്റിയില്ല. ഏതായാലും നമുക്കൊന്ന് ഇട്ട് നോക്കാം. അപ്പോൾ ഞാൻ ഇടാൻ പോവാണ്. ഇട്ടു. ഇനി അവിടെ മുങ്ങി കിടന്ന് ഇനി നമുക്കൊരു നൈറ്റ് അവിടെ കിടക്കട്ടെ. അപ്പോഴത്തേക്കും എന്തെങ്കിലും മീൻ കയറുമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ട്രാപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അപ്പോൾ നമുക്ക് നാളെ രാവിലെ വന്ന് നോക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്. അടിപൊളി സ്ഥലമാണ്. ഇതൊക്കെ വയലായിരുന്നു നേരത്തെ. ഇപ്പോൾ മണലൊക്കെ എടുത്ത് കുഴിയായി വെള്ളം വന്ന്. പക്ഷേ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ സ്ഥലമൊക്കെ. ഒരുപാട് പേര് ഫിഷിങ്ങിനൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ. ഒരുപാട് മീനൊക്കെ ഉള്ളതാണ്. അതിൽ നമുക്ക് മീൻ കിട്ടുമെന്ന് നോക്കാം. ഇനി നമുക്ക് വ്ളോഗൊക്കെ ചെയ്ത് സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് ഇനി നമുക്ക് നാളെ രാവിലെ വന്ന് നോക്കാം. അത് രാവിലെ 6 മണിക്ക് വരാനാണ് ഉദ്ദേശം. നടക്കുമോയെന്ന് അറിയില്ല. ഏതായാലും രാവിലെ വേണം. ബൈ. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ രാവിലെ വന്നോന്നൊക്കെ ഓർത്താണ് അത് രാവിലെ. പക്ഷെ ഉറക്കം ചതിച്ചു പോയി. കാരണം ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞ്. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം. ആരെങ്കിലും പൊക്കിയിട്ടില്ലെങ്കിൽ മീനുണ്ടെങ്കിൽ ബാക്കി കാണാം. അപ്പോൾ പോകാം. ഉറക്കം പ്രാന്തനാണ്. എത്ര പ്രാവശ്യം വിളിച്ചാലും എഴുന്നേക്കില്ല. കുറേ പ്രാവശ്യം വിളിച്ചതാ. പറയണ ആള് രാവിലെ 5 മണിക്ക് എണീക്കും കേട്ടോ. 5 മണിക്ക് എഴുന്നേറ്റില്ല. ഞാൻ മാക്സിമം നേരത്തെ എഴുന്നേക്കാറുണ്ട്. ഇപ്പം നമുക്ക് നേരെ
നമ്മുടെ കൂട് പൊക്കാനായിട്ട് പോകാം. പൊക്കിയിട്ട് നമുക്ക് ഇവിടെ വെച്ച് എടുക്കാൻ പറ്റിയത് നമുക്ക് കുറച്ചങ്ങ് മാറിയിട്ട് നല്ലൊരു സ്ഥലമുണ്ട്, അവിടെ വെച്ച് നമുക്ക് ടീം വല്ലതും ഉണ്ടോ എന്ന് എടുത്ത് കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് പോയി പൊക്കാം. ക്യാമറ ക്ഷയിക്കാറുണ്ട്, ക്യാമറക്കാർ അത്ര ശരിയല്ല. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ കുണ്ടും കുഴിയുള്ള സ്ഥലത്ത് കൂടി എങ്ങനെ ഷെയ്ക്കിലാണ്ട് എടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് മാറ്റിയിട്ട് നല്ലൊരു സ്ഥലത്തെടുത്ത് വരുന്നുണ്ട്. മീൻ നിങ്ങൾക്ക് കാണാമെന്നറിയില്ല, നമ്മൾ മൊബൈലിലാണ് പിടിക്കുന്നത്, അപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് മീനുകൾ കുറച്ച് കാണാം. ഞാൻ ഇതിൽ കുടഞ്ഞിട്ടിട്ട് കാണിക്കാം, എന്നാലേ കാണാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. അതിൽ നമുക്കൊന്ന് കുടഞ്ഞിട്ട് കാണിക്കാം, എന്നാലും ശരിയാവും. നമുക്ക് കുറേ പൊടിമീനൊക്കെ ആയിട്ട് കിട്ടിയത്, കുറച്ച് ചെമ്മീനൊക്കെ ഉണ്ട്. നമുക്ക് ആ ചെമ്മീനെ ഒന്ന് തിരിഞ്ഞെടുക്കാം കേട്ടോ. ആദ്യം ഇതാണ് നമുക്ക് ആ കിട്ടിയ മീൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ചെമ്മീനെ മാത്രം ഒന്ന് തിരിഞ്ഞെടുക്കുക. നമ്മളിന്ന് ചെമ്മീനാണ് മെയിനായിട്ട് നോക്കണം, ബാക്കി വീട്ടിൽ കൊടുക്കും കറി വെക്കാം. ഇതുണ്ടോ, കുറച്ച് ചെമ്മീനേ ഉള്ളൂ. ഉള്ളത് കൊണ്ട് നമ്മൾ എത്ര ഉള്ളതിലും 5-6 ഉള്ളെങ്കിൽ നമ്മൾ അതുകൊണ്ടൊന്ന് ശരിയാക്കും. എത്ര ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഇത്രയും ചെമ്മീൻ കിട്ടിയിട്ടുള്ളത്. നമുക്ക് ഏതായാലും ഇതിനൊരു വെറൈറ്റി സ്റ്റൈലിലൊന്ന് വറുത്ത് നോക്കാം. ബാ. ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് കുക്കിങ്ങിലേക്കാണ് പോകുന്നത്. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കസിൻ പറഞ്ഞു തന്നാണ്, തവ ഫ്രൈ എന്ന് പറഞ്ഞിട്ട്. പ്രജിത്ത് എന്ന് പറഞ്ഞ എൻ്റെ ബ്രദറാണ്, കസിൻ ബ്രദറാണ്. അപ്പോൾ അവനാണ് പറഞ്ഞു തന്നത് ഈ ഒരു റെസിപ്പി. അപ്പോൾ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇന്ന് നമുക്ക് കുറച്ച് ചെമ്മീനെ കിട്ടിയുള്ളൂ. പിന്നെ വീട്ടിൽ അമ്മ ഗ്രില്ല് വെച്ചിരുന്ന കുറച്ച് ചെമ്മീൻ എല്ലാം കൂടി എടുത്ത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ കുക്കിംഗ് നോക്കിയാലോ. അപ്പോൾ നമുക്കിതാണ് നമുക്ക് ഇന്ന് കിട്ടിയ ചെമ്മീൻ. കുറച്ചെണ്ണം അതിൻ്റെ തലയോട് കൂടി എടുക്കണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ കിള്ളി വന്നപ്പോൾ തല എല്ലാത്തിൻ്റെയും പോയി. കുറച്ചെണ്ണം അതിൻ്റെ തലയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫുള്ളായിട്ട് എടുക്കണമെന്നായിരുന്നു. ഇതിന് നമുക്ക് ഒരു നാരങ്ങ, ഇത്രയും കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ന് മുളകായിട്ട്. പിന്നെ നാടൻ മല്ലിയിലയുണ്ട്, ഇഞ്ചിയുണ്ട്, കുറച്ച് വെളുത്തുള്ളിയുണ്ട്, കുറച്ച് കറിവേപ്പിലുണ്ട്. അപ്പോൾ നമുക്കിനി ആദ്യമേ കറിവേപ്പിലയും ഇഞ്ചിയും ഈ നാടൻ മല്ലിയും വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചിട്ട് വരാം, ഉപ്പ് ഇട്ടിട്ട്. അത് കഴിഞ്ഞ് ബാക്കി വേണം. നമ്മൾ ആദ്യം അരച്ചെടുത്ത മിക്സാണിത്. നമ്മുടെ വേപ്പില, മറ്റേ നാടൻ മല്ലിയില, കാന്താരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി അരച്ചെടുത്ത് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുത്താണ്. അപ്പോൾ നമുക്കതിലിട്ട് കുറച്ച് ഒരല്ലി നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ ചെമ്മീൻ, നമ്മൾ ആദ്യം കിള്ളി വെച്ച ചെമ്മീനില്ലേ, അത് നമുക്കെടുത്തിട്ട് പേസ്റ്റ് ഒന്ന് പെരട്ടി കൊടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പാനിലേക്ക്. കുറച്ച് വേപ്പിട്ട് കൊടുക്കാം. വേപ്പ് തന്നെ നമുക്ക് അടി പിടിക്കാണ്ടിരിക്കാനാണെന്നാണ് പറയണത്. ഇത് നമ്മുടെ ഇത് ഉണ്ടോ, ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതുണ്ടോ നമ്മളിത് കാന്താരി മുളകും ഇതൊക്കെ വേപ്പിലേക്ക് അരച്ചുകൊണ്ട് നല്ല പച്ച കളറിലായിരിക്കും. ആദ്യം ഇതിട്ട് കൊടുക്കുക ഓരോന്ന്. നമ്മുടെ ഈ വേപ്പിലിട്ടേക്കുന്ന ചേർന്ന് വേപ്പിലിട്ടാൽ അടി പിടിക്കില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുതന്നെ വേപ്പിലൊരു പ്രത്യേക ടേസ്റ്റും കൂടി കിട്ടും. നമുക്ക് അതിൽ ഫ്രൈ ചെയ്ത് നോക്കാം. ഇനി അടുത്ത വശം കൂടി ഒന്ന് കുക്കാട്ടെ, അതിലൊന്ന് വെയിറ്റ് ചെയ്യാം. നല്ല മണമൊക്കെ വന്നുണ്ട്, അടിപൊളി മണമൊക്കെ. നമ്മുടെ ഒരു സൈഡ് ഇപ്പോൾ ആയിട്ടുണ്ട്. നമ്മൾ എല്ലാം മറിച്ചിട്ട് ഇനി നമ്മുടെ മണം വന്നുണ്ടോ? മണം വേണ്ട, കൊതിയാണുണ്ടോ? സൂപ്പറാണോ? എനിക്ക് മുഴുവൻ അടിച്ചു തീർക്കാൻ കൊതിയാവുക. നമുക്ക് അടിച്ചു തീർക്കാട്ടോ. ഇത്ര ഉള്ളു നമ്മുടെ സാധനം. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. എന്നിട്ട് ഇത് തവ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം. കഴിച്ചു നോക്കി. നമ്മൾ തലയുള്ളൊരു
അടിപൊളി പീസ് കാണോ, തിന്നു നോക്കാം. എന്നാലും എരിവൊക്കെ ഉണ്ടാത്ത സൂപ്പർ. എന്നാലും എങ്ങനെയുണ്ട് പാപ്പി? സൂപ്പർ, അടിപൊളി കേട്ടോ. നന്നായിട്ട് എരിവും സൂപ്പറായിട്ട് മൊരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അടിപൊളി ടേസ്റ്റ് കേട്ടോ. അത് അടിപൊളി ടേസ്റ്റും നന്നായിട്ട്. വീട്ടിൽ ചെമ്മീനൊക്കെ മേടിക്കുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ചെമ്മീൻ മേടിക്കുമ്പോൾ കുറച്ച് പച്ചമുളക് അല്ല കാന്താരി മുളക് അരിഞ്ഞിട്ട് അരച്ചിട്ട് കിടി ഒന്ന് പറഞ്ഞേ. ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് പുറത്ത് കാര്യമില്ല. തരാം. അച്ഛാ എന്നാലും എരിവൊക്കെ ഉണ്ട്. എന്നാലും നല്ല അടിപൊളി സൂപ്പറാ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല സൂപ്പറും. അത്ര ഒരുപാടൊന്നും തോന്നണില്ല, എന്നാലും പാകത്തിന് എരിവ്, പാകത്തിന് ഉപ്പ് എല്ലാം പാകത്തിന് അടിപൊളി സൂപ്പർ. കുക്കിംഗ് സ്ഥാനം ജാതി വെച്ചിരിക്കുന്നു. ഇനി നെഗിലും ഏറ്റെടുത്തോ. അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വീഡിയോ കഴിഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പാപ്പി? അടിപൊളി. പിന്നെ അത് മാത്രമല്ല, സാരി എരിവൊക്കെ ഉണ്ടെന്നാലും കുഴപ്പമില്ല. സൂപ്പർ, അടിപൊളി അടിപൊളി ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇത് മേടിക്കുകയാണെങ്കിൽ ചെമ്മീനൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മുടെ കാന്താരി മുളക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവർ ബൈ ബൈ.